ആ ചിക്കൻ്റെയൊക്കെ വരവ് കണ്ടാ അടിപൊളി ഒരു സിമ്പിൾ ബിരിയാണി റെസിപ്പി കണ്ടാലോ. സവാളയും തക്കാളിയും നന്നായിട്ട് അരിഞ്ഞ് വെക്കുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും മല്ലിച്ചപ്പും ചതച്ച് വെക്കുക, ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് തൈര് പച്ചമുളക് പേസ്റ്റ് വിനിഗർ കുറച്ച് ഓയിലിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുക. ഒരു ഗ്ലാസ് അരി 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്താൻ വെക്കുക. പിന്നെ കുക്കറിലേക്ക് നെയ്യ് ഇട്ടിട്ട് ഓൾ സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞും ചതച്ചും വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഒന്ന് വാടി വരുമ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗരം മസാലയും തൈരും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. കുറച്ച് മല്ലിച്ചപ്പും ക്യാരറ്റും കൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തു. ഇച്ചിരി നെയ്യും കൂടി ഇട്ടിട്ട് ഇളക്കി മിക്സാക്കി അടച്ച് വെച്ച് ഒരു 2 വിസിലടുപ്പിക്കാം. ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അരിയൊക്കെ നല്ല സോഫ്റ്റ് പരുവായിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ഗരം മസാല ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി അടച്ച് വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ റൈസിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം ബൈ.